JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10th പ്രിലിമിനറി പരീക്ഷയുടെ 4 സ്റ്റേജുകൾ കഴിഞ്ഞു. അപ്പോൾ ഇനി മാറ്റിവെച്ച പരീക്ഷ നടക്കാനുണ്ട്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുകയുണ്ടായി ഈ നോർമലൈസേഷനെ സംബന്ധിച്ച്, നോർമലൈസേഷൻ ഉണ്ടാവുമോ? അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് നോർമലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പല ഘട്ടങ്ങളായിട്ട് നടക്കുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ വ്യത്യസ്ത ചോദ്യപേപ്പറുകൾ ആയിരിക്കും ഉണ്ടാവുക. അതായത് മാർക്കുകൾ തുല്യമായി വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഗണിതശാസ്ത്രപരമായ രീതിയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് 10th പ്രിലിമിനറി എക്സാമിനേഷൻ ഘട്ടങ്ങളായി വ്യത്യസ്ത ചോദ്യപേപ്പറുകൾ ഉപയോഗിച്ച് നടത്തുമ്പോൾ മാർക്കുകൾ തുല്യമായി വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഗണിതശാസ്ത്രപരമായ രീതിയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നോർമലൈസേഷൻ നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ഘട്ടത്തിലെയും ചോദ്യപേപ്പറുകളുടെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകാം. ചില ഘട്ടങ്ങളിൽ എളുപ്പമുള്ള ചോദ്യങ്ങളും മറ്റു ചില അതിൽ പ്രയാസമേറിയ ചോദ്യങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നീതിപൂർവമായ ഒരു വിലയിരുത്തലുകൾ ഉദ്യോഗാർത്ഥികൾ എല്ലാ ഘട്ടത്തിലും എഴുതിയ ഉദ്യോഗാർത്ഥികളും PSC സംബന്ധിച്ചിടത്തോളം തുല്യരാണ്. ഇന്ന ആളുകൾ വ്യത്യാസം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നീതിപൂർവമായ വിലയിരുത്തൽ ആവശ്യമാണ്, അല്ലെ? അപ്പോൾ പ്രയാസമേറിയ ചോദ്യപേപ്പർ ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് കുറയാനും എളുപ്പമുള്ള ചോദ്യപേപ്പർ ലഭിച്ചവർക്ക് കൂടുതൽ മാർക്ക് ലഭിക്കാനുമുള്ള സാധ്യത ഒഴിവാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. കൂടാതെ മാർക്കിന്റെ ഒരു ഏകീകരണം, അതായത് എല്ലാ ഘട്ടത്തിലെയും ശരാശരി പ്രകടനവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പരിഗണിച്ച് ഒരു ഫോർമുല ഉപയോഗിച്ച് യഥാർത്ഥ മാർക്കിന്റെ നോർമലൈസ്ഡ് മാർക്കാക്കി മാറ്റുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു തുല്യ പരിഗണന ലഭിക്കും എന്നർത്ഥം. അങ്ങനെയാണ് ഈ നോർമലൈസേഷൻ നടപ്പാക്കുന്നത്. ഇതിന്റെ മാർക്കുകളിൽ വരുന്ന മാറ്റം, ഒരു പ്രത്യേക ഘട്ടത്തിലെ ചോദ്യങ്ങൾ വളരെ കടുപ്പമുള്ളതാണെങ്കിൽ ആ ഘട്ടത്തിലെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ശരാശരി മാർക്ക് വളരെ കുറവായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ നോർമലൈസേഷൻ ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ യഥാർത്ഥ മാർക്കിനേക്കാൾ കുറച്ച് മാർക്ക് കൂടി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എളുപ്പമുള്ള ഘട്ടത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചില ഘട്ടങ്ങൾ എളുപ്പമാണെന്ന് പൊതുവെ പറയുന്നു. ആ ഘട്ടങ്ങളിലാണെങ്കിൽ ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ളതാണെങ്കിൽ ആ ഘട്ടത്തിലെ ശരാശരി മാർക്ക് കൂടുതലായിരിക്കും, അല്ലെ? അപ്പോൾ അതിനാൽ നോർമലൈസേഷന് ശേഷം അവരുടെ യഥാർത്ഥ മാർക്കിൽ നിന്ന് ചെറിയ രീതിയിൽ മാർക്ക് കുറയാനോ അല്ലെങ്കിൽ മാറ്റമില്ലാതെ തുടരാനോ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട നോർമലൈസേഷൻ കാര്യങ്ങളൊക്കെ തന്നെ, ഫോർമുല ഉപയോഗിച്ച് നോർമലൈസേഷൻ കാര്യങ്ങളൊക്കെ തന്നെ PSC നടപ്പിലാക്കുന്നത്. ഇതുമൂലം ഓരോ ഘട്ടത്തിലും എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഘട്ടത്തിൽ ചില ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന എളുപ്പമേറിയ ചോദ്യങ്ങൾ ഉണ്ടാവും, ചില ഘട്ടങ്ങളിൽ പ്രയാസമേറിയ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതൊന്നും തന്നെ ഓരോ ഘട്ടത്തിലും ഉള്ള ഉദ്യോഗാർത്ഥികളെ തമ്മിൽ മാറ്റി നിർത്താതെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് എല്ലാവർക്കും തുല്യ പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ നോർമലൈസേഷൻ വഴി സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോർമുല ഉപയോഗിച്ചാണ് ഈ നോർമലൈസേഷൻ നടപ്പിലാക്കുന്നത്. അതിന്റെ ഫോർമുലയെ കുറിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല, കാരണം അതൊന്നും പറഞ്ഞ് നിങ്ങളെ അലോസരപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ 10th പ്രിലിമിനറി എക്സാമിനേഷൻ എന്റെ ഘട്ടങ്ങളിൽ, പല ഘട്ടങ്ങളിലും ഓരോ ഘട്ടങ്ങളിലുള്ള ഉദ്യോഗാർത്ഥി പലവിധ അഭിപ്രായങ്ങൾ, പൊതുവെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ചില ഘട്ടങ്ങളിൽ പാടായിരുന്നു, ചില ഘട്ടങ്ങളിൽ എളുപ്പമായിരുന്നു എന്നൊക്കെ തന്നെ പല അഭിപ്രായങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ നോർമലൈസേഷൻ വേണ്ട നടപടികളൊക്കെ PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ വേണം മുമ്പോട്ട് പോകാൻ. കാരണം ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവാത്ത രീതിയിൽ നല്ല രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി, അതായത് കട്ട് ഓഫ് മാർക്കിലൊക്കെ വേരിയേഷൻ ഉണ്ടാവാത്ത രീതിയിൽ അതിൻ്റെതായ രീതിക്ക് ഓരോ ഘട്ടങ്ങളിലെയും നോർമലൈസേഷൻ നടക്കുമ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പരിഗണന ലഭിച്ചുള്ള രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള നടപടികളൊക്കെ PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇനിയിപ്പോൾ ഒരു ഘട്ടത്തിൽ പ്രയാസമായിരുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങളുടെ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതിനുള്ള നടപടികൾ നിർത്തിവെക്കേണ്ട എല്ലാവരും അത്യാവശ്യം മാർക്കുള്ള ഉദ്യോഗാർത്ഥി, ഞാൻ കഴിഞ്ഞ ദിവസം ഓരോ ഘട്ടത്തിലെയും കട്ട് ഓഫ് മാർക്കിന്റെ ഏകദേശ ധാരണയെക്കുറിച്ച് ഞാനൊരു ക്ലാസ്സുകൾ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുക. കാരണം അല്ലെങ്കിൽ പിന്നീട് നമുക്ക് സമയം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും
അതിന് വേണ്ടിയിട്ട് പ്രത്യേക തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.